ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അനിയത്തിയുടെ കല്യാണമായിരുന്നു. 2024 മാർച്ച് 30-നാണ് നമ്മൾ കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോഴും നമുക്കിതൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, ഇതൊരു മെമ്മറി ആയിട്ട് ചുമ്മാ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അനിയത്തിയുടെ കല്യാണത്തിന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ കല്യാണം എന്ന് കേട്ടിട്ട് ഫൈനലി ആ ഒരു ഡേ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷവും എന്താ പറയുക, ഭയങ്കര ആഘോഷമൊക്കെ ആക്കിയിട്ട് നമുക്കത് കഴിക്കാൻ വേണ്ടി തോന്നില്ലേ. ശരിക്കും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നത്. എന്താ പറയുക, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ ഏറ്റവും അവസാനത്തെ കല്യാണം കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വലിയച്ഛനും വലിയമ്മയ്ക്കും ഒന്നും ഇനി ആൺകുട്ടികളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ആവേശവും എല്ലാം ഞങ്ങൾ ഈ ഒരു കല്യാണത്തിന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആ ഒരു കുറച്ച് ഓർമ്മകൾ. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി, പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പിന്നെ അവിടെ നിന്നായിരുന്നു ബാക്കി ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു പക്കാ ഹിന്ദു ട്രഡീഷണൽ മാരേജ് ആയിരുന്നു, വെൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ താലി കെട്ടുന്ന ഒരു സമയമാണ്. ഭയങ്കര സന്തോഷം കേട്ടോ ഇത് കാണുമ്പോൾ. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ഹാപ്പിയാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് അച്ഛൻ കലിയൊക്കെ പിടിച്ചെടുക്കുമ്പോണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക, പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മളെ മനസ്സൊക്കെ ഭയങ്കര ഇങ്ങനെ സന്തോഷത്തിൻ്റെ പീക്ക് ലെവലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഓഡിറ്റോറിയത്തിന് സ്റ്റേജ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ താലൊക്കെ ആയി നമ്മൾ അവരെ തന്നെ വെൽക്കം ചെയ്യും ഉള്ളിലോട്ട്. എന്നിട്ട് പിന്നെ അവരെ പാടായി സ്റ്റേജിൻ്റെ മുകളിൽ കുറേ പരിപാടികളായിട്ടോ, ഫോട്ടോ എടുപ്പും കാര്യങ്ങളും അങ്ങനെ നമ്മൾ ആ കല്യാണത്തിന് അവിടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗ്രീൻ മാല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലെത്തിയിട്ട് വീണ്ടും അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമല്ലോ, എല്ലാവരും അമ്പലത്തേക്കൊന്നും വരില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചടങ്ങ് ഇതുപോലെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞങ്ങളൊക്കെ ആഗ്രഹം പോലെ ഇപ്പോഴത്തെ കല്യാണം എങ്ങനെയാണോ അതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു കല്യാണം കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു ഗൈസ്. എന്തൊരു സന്തോഷമാണ്. ഞാനും കേട്ടോ അടുത്ത് തന്നെ കാണുന്നില്ലേ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സന്തോഷമാണോ വെച്ചാൽ സന്തോഷമാണ്, എന്നാൽ സങ്കടമാണോ വെച്ചാൽ സങ്കടമുണ്ട്. കാരണം ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ വീട്ടിലൊറ്റയ്ക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അടിപൊളി, അവരുടെ ലൈഫിൽ ഇതാവട്ടെ അല്ലേ. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു പൂങ്കണ്ണീർ എൻ്റെ അമ്മ പറയണ പോലെ അതായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അവരെ വീട്ടിൽ പോയി കയറി, വലത് കാലൊക്കെ വെച്ച് കയറി. പിന്നെ അവരുടെ റിസപ്ഷനും കൂടി കാണിക്കാം കേട്ടോ. ഇത് അവരുടെ റിസപ്ഷൻ്റെ സ്റ്റേജായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളെ കല്യാണമാണെങ്കിലും അവരുടെ റിസപ്ഷൻ ആണെങ്കിലും ഗ്രാൻഡായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അവരെന്തായാലും കൂടി സ്റ്റേജിലോട്ട് കയറി. എന്ത് ഭംഗിയല്ലേ രണ്ടുപേരും കാണാൻ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു കല്യാണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്തതാണ്. കുറേ കാലം കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ഇടുന്ന ചാനലാണ്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.